ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിക്ഷിപ്ത താൽപര്യക്കാരുടെ കൂടാരമായി CPM അധപ്പതിച്ചതിന്റെ ഉദാഹരണങ്ങളാണ് മുതിർന്ന നേതാക്കൾ പാർട്ടി വിടാൻ എടുത്ത തീരുമാനങ്ങളെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. അശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ പാരുകൾ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു. അസംസ്കൃത വസ്തുക്കളുടെ അനിയന്ത്രിതമായ വില വർധനവ് മൂലം പാദരക്ഷകളുടെ വില വർദ്ധിപ്പിക്കാനൊരുങ്ങി നിർമ്മാതാക്കൾ. NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനെതിരെ നടപടി വേണമെന്ന് സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ചാത്തുകുട്ടി. നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിക്ഷിപ്ത താൽപര്യക്കാരുടെ കൂടാരമായി CPM അധപ്പതിച്ചതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് മുതിർന്ന നേതാക്കൾ പാർട്ടി വിടാൻ എടുത്ത തീരുമാനങ്ങളെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു. പിണറായി വിജയന്റെ ജനവിരുദ്ധ ഭരണത്തെ വോട്ട് ചെയ്ത് പുറത്താക്കണമെന്നും വേണു പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ RMPI മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ ഭരിച്ചു മുടിച്ച പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ്. അതിന് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് RMPI സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ RMPI ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരകൾക്കുണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിന്റെ വളരെ സവിശേഷമായ പ്രത്യേകത ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 2008 മുതൽ TP ചന്ദ്രശേഖരൻ ഞങ്ങളുമൊക്കെ ഉയർത്തിയ CPIM-എതിരായ അല്ലെങ്കിൽ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ വ്യതിയാനങ്ങളെ സംബന്ധിച്ചും അഴിമതിയെ സംബന്ധിച്ചും ഒക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുമ്പോൾ വ്യക്തമാവുകയാണ്. CPIM ധനമോഹികളുടെയും പുത്തൻ മുതലാളിമാരുടെ ചങ്ങാത്ത സംഘങ്ങളുടെയും കൂടാരമായി അധപ്പതിച്ചെന്ന് ഇന്നലെ വരെ നേതൃസ്ഥാനത്തിരുന്നവർ ഇന്ന് വിളിച്ചു പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണെന്ന് RMPI സംസ്ഥാന സെക്രട്ടറി N. വേണു പറഞ്ഞു. മാർക്സിസം കൈയൊഴിഞ്ഞ് കോർപ്പറേറ്റ് മുതലാളിമാരുടെ താൽപര്യം നടപ്പാക്കാനാണ് MV ഗോവിന്ദനും സംഘവും ശ്രമിക്കുന്നത്. അഴിമതിയുടെ കൂടാരമായി തീർന്ന ജനവഞ്ചകരെ രാഷ്ട്രീയമായി നേരിടാൻ കിട്ടിയ അവസരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും BJPയുടെ കോർപ്പറേറ്റ് നയ സമീപനങ്ങൾക്ക് ഏജൻസി പണി ചെയ്യുന്ന പിണറായി ഗവൺമെന്റിനെതിരെ വിധി എഴുതേണ്ട സന്ദർഭമായാണ് RMPI തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ നിലവിൽ MLA ആയ KK രമ രണ്ടാമതും ജനവിധി തേടും. UDF കഴിഞ്ഞ തവണ പിന്തുണച്ചതുപോലെ തന്നെ ഇത്തവണയും പിന്തുണയ്ക്കുമെന്നും വേണു കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ പാരുകൾ മത്സ്യബന്ധനത്തിനു ശേഷം കടലിൽ ഉപേക്ഷിക്കുന്നത് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു. 100-ലധികം കൃത്രിമ പാരുകളാണ് ബേപ്പൂർ പുറംകടലിൽ കാണപ്പെട്ടത്. കുലച്ചിൽ, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് ചാക്കുകൾ എന്നിവ ഉപയോഗിച്ചാണ് കൃത്രിമ പാരുകൾ കടലിൽ നിർമ്മിക്കുന്നത്. ഈ പാരുകളിൽ നടക്കുന്ന മത്സ്യപ്രജനനത്തിൽ മത്സ്യങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. കൂന്തൽ ഇനത്തിലുള്ള മത്സ്യങ്ങളാണ് പ്രധാനമായും കൃത്രിമ പാര് വഴി വേട്ടയാടപ്പെടുന്നത്. പാര് നിർമ്മിച്ച ഭാഗം GPS സംവിധാനം ഉപയോഗിച്ചാണ് പിന്നീട് കണ്ടെത്തുന്നത്. പാരിൽ വളരുന്ന മത്സ്യങ്ങളെ വേട്ടയാടിയ ശേഷം കൃത്രിമ പാരുകൾ കടലിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തു വരുന്നത്. ഇത്തരം പാരുകൾ മത്സ്യബന്ധന വലയിൽ അകപ്പെട്ട് വല നശിക്കുവാനും കാരണമാകുന്നു. ഇതര സംസ്ഥാന ഫൈബർ വള്ളങ്ങളും ബോട്ടുകളുമാണ് പ്രധാനമായും കൃത്രിമ പാരുകൾ നിർമ്മിക്കുന്നത്. പലതവണ ഫിഷറീസ് അധികൃതർ കൃത്രിമ പാരിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചെങ്കിലും അശാസ്ത്രീയ മത്സ്യബന്ധനം യഥേഷ്ടം തുടരുന്നുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കുന്ന ഫിഷറീസ് അധികൃതരെ ചിലർ ഭീഷണിപ്പെടുത്തുന്നതായും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.
അസംസ്കൃത വസ്തുക്കളുടെ അനിയന്ത്രിതമായ വില വർധനവ് മൂലം പാദരക്ഷാ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുകയാണെന്ന് നിർമ്മാതാക്കൾ. ഇതിന്റെ ഭാഗമായി പാദരക്ഷകളുടെ വില വർദ്ധിപ്പിക്കുമെന്നും മാർച്ച് 23 മുതൽ പാദരക്ഷകളുടെ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. പാദരക്ഷ വ്യവസായ മേഖല പൂർണ്ണമായിട്ടും വിദേശ രാജ്യങ്ങളുടെ കെമിക്കലുകളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ജോയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ ഒരു 10ഓളം ദിവസമായി 2 ആഴ്ചയോളമായി നടക്കുന്ന പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് കേരളത്തിൽ പാദരക്ഷ വ്യവസായ മേഖല ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അസംസ്കൃത വസ്തുക്കളുടെ വില അനിയന്ത്രിതമായിട്ട് അത് റിയാലിറ്റി ആണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ 30 മുതൽ 100% വരെ ചില മെറ്റീരിയലുകൾക്ക് വർധനമുണ്ടായിട്ടുണ്ട്. ഈ ഒരു പുതിയ സാഹചര്യത്തിൽ കേരളത്തിലെ പാദരക്ഷ നിർമ്മാതാക്കൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നിലവിൽ ഗൾഫ് മേഖലയിലടക്കം തുടരുന്ന യുദ്ധ സാഹചര്യങ്ങളും ആഗോള പ്രതിസന്ധികളും കാരണം പാദരക്ഷാ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണെന്ന് ഫുഡ്വെയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുഡ്വെയർ ഇൻഡസ്ട്രി എന്നീ സംഘടനകളുടെ ഭാരവാഹികൾ പറഞ്ഞു. PU, സിന്തറ്റിക് റെക്സിൻ, റബ്ബർ, PVC, EVA, പശ, വിവിധ ഇനം കെമിക്കലുകൾ, പാക്കിംഗ് മെറ്റീരിയലുകൾ എന്നിവയ്ക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ വലിയ വിലവർധനവാണ് ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ ഉൽപാദന ചെലവ് താങ്ങാവുന്നതിലും അപ്പുറമായതിനാൽ വ്യവസായത്തെയും തൊഴിലാളികളെയും രക്ഷിക്കാൻ പാദരക്ഷകളുടെ വിലയിൽ 10% മുതൽ വർധനവ് വരുത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു. നൂറുകണക്കിന് ചെറുകിട വ്യവസായികളെയും തൊഴിലാളികളെയും തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ഫൂമ CIFI ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പോൾ വർഗീസ്, AV സുനിൽനാഥ്, രഞ്ജിത്ത് മുല്ലശ്ശേരി, ഷംസുദ്ദീൻ KV തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Mims Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Mims Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനെതിരെ നടപടി വേണമെന്ന് NCP സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ചാത്തുക്കുട്ടി. മുക്കം മുഹമ്മദ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും ചാത്തുക്കുട്ടി ആരോപിച്ചു. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ചില പ്രവർത്തനങ്ങൾ ഒരു സംഘടനയിലും ഉറപ്പിക്കാൻ പറ്റാത്തത് നടത്തിക്കൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 3-ാം തീയതി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു യോഗം വിളിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് എന്നാണ് അതിൻ്റെ നോട്ടീസ് പറഞ്ഞത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതിൽ കുന്നമംഗലം ബ്ലോക്കിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടാത്ത, ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാത്ത 5 പേര്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നലെ ടൗൺ ഹാളിൽ ഒരു യോഗമാണ്. അതിൽ പങ്കെടുത്ത ആളുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ശരത് പവാറിനേക്കാൾ സ്വാധീനമുള്ള ആളാണ് മുക്കം മുഹമ്മദ്. കാരണം ബീഹാറികൾ, ബംഗാളികൾ, അസാംകാർ, അങ്ങനെ തുടങ്ങി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലരുമുണ്ട്. പക്ഷേ ഈ ആളുകൾ എങ്ങനെയാണ് എത്തിയെന്നറിയാം. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കരിങ്കൽ കോറികളും ക്രഷറുകളും പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് കാരശ്ശേരി പഞ്ചായത്ത്. അവിടുത്തെ ക്രഷറിലും കോറികളിലൊക്കെ
അന്യദേശ തൊഴിലാളികളെയാണ് കൊണ്ടുവന്ന് നിർത്തിയത്. ഇതിന് ആളുകൾ കൂട്ടാൻ വേണ്ടി അങ്ങനെ ബസ്സിലൊക്കെ ആളെ കൊണ്ടുവന്നിട്ടാണ് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ. താനതിന് പറ്റുമല്ലോ പറയണ്ടേ. കുട്ടികൾ പാടി പഠിച്ചൊരു ഇതുണ്ട്, കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിനു നേരെ പറക്കാൻ മോഹം. LDF ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും മുക്കം മുഹമ്മദിനെ ഒഴിവാക്കണമെന്ന് NCP സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ചാത്തക്കുട്ടി ആവശ്യപ്പെട്ടു. സംഘടനാ വിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് മുക്കം മുഹമ്മദ് എന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ AK ശശീന്ദ്രനാണ്. ശശീന്ദ്രനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NDA ബേപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബു നയിച്ച റോഡ് ഷോ അണികളെ ആവേശത്തിലാഴ്ത്തി. ബേപ്പൂരിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ ബൈക്കുകളും കാറുകളിലും നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. സമരപോരാട്ടവുമായി ജനങ്ങളെ ചേർത്ത് പിടിച്ച് പേരാടുന്ന യുവനായകൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു നിരവധി സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വലിച്ചാലിയെ ധന്യമാക്കി ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായിരുന്നു. ഓരോ അങ്ങാടിയിലും വൻ ജനാവലിയാണ് NDA സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബുവിന്റെ റോഡ് ഷോയെ എതിരേറ്റത്. അരീക്കാട്, നല്ലളം, ചെറുവണ്ണൂർ, രാമനാട്ടുകര, മണ്ണൂർ, കടലുണ്ടി, ചാലിയം, കരുവൻതുരുത്തി വഴി റോഡ് ഷോ ഫറോക്കിൽ സമാപിച്ചു. BJP ദേശീയ സമിതി അംഗം KP ശ്രീശൻ, ജില്ലാ സെക്രട്ടറി നാരങ്ങയിൽ ശശിധരൻ, കൗൺസിലർ ഷിനു പിണ്ണാണത്ത്, ജില്ലാ സെക്രട്ടറി രമ്യ മുരളി, മണ്ഡലം പ്രസിഡന്റുമാരായ C. സാബുലാൽ, രാജേഷ് പൊന്നാട്ടിൽ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് M. വിജിത്ത്, വിന്ധ്യ സുനിൽ, ഷിംജീഷ് പാലപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മടവൂർ CM മഖാം ഷെരീഫ് ഉറൂസ് മാർച്ച് 24 മുതൽ ഏപ്രിൽ 2 വരെ CM മഖാം അങ്കണത്തിൽ നടക്കും. 31 നടക്കുന്ന അശ്ശരി സന്നദ്ധാന സമ്മേളനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ഏപ്രിൽ 1 നടക്കുന്ന ദിക്ർ ദുആ സമ്മേളനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉദ്ഘാടനം ചെയ്യും. വരുന്ന 24 മുതൽ ഏപ്രിൽ 2 വരെ നടക്കുക. റൂസ് പാർക്കിന്റെ വിപുലമായ നടത്തിപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ മടവൂരിൽ പൂർത്തിയായിട്ടുണ്ട്. ഈ അറബി മാസം അനുസരിച്ച്, അതായത് പെരുന്നാൾ മാസപ്പിറവി കാലനുസരിച്ച് ഷവ്വാൽ 4-നാണ് ഔദ്യോഗികമായിട്ട് പരിപാടിയുടെ തുടക്കം. ഷവ്വാൽ 4 കാലത്ത് രാവിലെ 9:30 സമസ്ത ജമീയത്തുൽ പ്രസിഡന്റ് ബഹുമാനിയാകുന്ന സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മക്കാം സിയാറത്തിന് നേതൃത്വം നൽകുന്നതിന് ശേഷം മക്കാം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സൈനുലാബിൻ തങ്ങൾ കാസർഗോഡ് കൊടിയുയർത്തുന്നതോടെയാണ് പരിപാടിക്ക് തുടക്കമാവുക. മാർച്ച് 24 രാവിലെ CM മഖാം ഷെരീഫ് പ്രസിഡന്റ് NPM സൈനുൽ ആബിദീൻ അൽ ബുഖാരി കൊടി ഉയർത്തും. 25 വൈകിട്ട് മൗലീദ് പാരായണം, 26 വൈകിട്ട് സ്വലാത്ത് മജ്ലിസ്, 27 വൈകിട്ട് ബുർദ മജ്ലിസ്, 28 വൈകിട്ട് അനുസ്മരണ സമ്മേളനം, 29 മജ്ലിസുന്നൂർ, 30 ഇശിഖ് മജ്ലിസ്, 31 അശ്ശരി സന്നദ്ധാന സമ്മേളനം എന്നിവ നടക്കും. ഏപ്രിൽ 2 വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മടവൂരിലേക്ക് എത്തുന്ന 10,000-ങ്ങൾക്ക് നൽകുന്ന അന്നദാനത്തോടുകൂടിയാണ് 10 ദിവസത്തെ പരിപാടികൾക്ക് സമാപനമാകുക. ഏപ്രിൽ 2 രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ അന്നദാനവും ഉണ്ടാകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ TPC മുഹമ്മദ് കോയ ഫൈസി, മുത്താട്ട് അബ്ദുറഹിമാൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക് കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ മാത്തോട്ടം മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. നിരവധി കുടുംബങ്ങൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ മാത്തോട്ടം മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പരിപാടിയിൽ NC നാസർ അധ്യക്ഷത വഹിച്ചു. NC അബൂബക്കർ മുഖ്യാതിഥിയെ പങ്കെടുത്തു. K ഉമ്മർ, KT അബ്ദുറഹിമാൻ, K ഹാരിസ്, ഹസൻ TV, ഹർഷാദ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ച് ജനശക്തി കോൺഗ്രസ്. കേരളത്തിന്റെ വികസന സാമൂഹ്യ പുരോഗതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തുടരണമെന്ന് നേതാക്കൾ പറഞ്ഞു. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ UDF നടത്തുന്ന ശ്രമം അപകടകരമാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്ന് ജനശക്തി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി UDF-ന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടും മുന്നണി മര്യാദയോ രാഷ്ട്രീയ ധാർമ്മികതയോ പാലിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പല ഘട്ടങ്ങളിലും ജനശക്തി കോൺഗ്രസിനെ അവഗണിക്കുകയും പാർട്ടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം തകർക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുവെന്നും നേതാക്കൾ പറഞ്ഞു. UDF-ന്റെ ഈ അവഗണനാപരവും രാഷ്ട്രീയമായി അപമാനകരവുമായ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് UDF മുന്നണി ബന്ധം ഉപേക്ഷിക്കാൻ ജനശക്തി കോൺഗ്രസ് തീരുമാനിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പാർട്ടി നേതാക്കൾ സന്ദർശിച്ച് LDF-ന് പിന്തുണ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ഗോപാലകൃഷ്ണൻ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് സബീർ ചക്കരപ്പറമ്പ്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ അയ്യപ്പൻകാവ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിജി PDAക്കൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഐസ്ക്രീം സൺഡേ ശൃംഖലയായ പോളാർ ബിയർ ഐസ്ക്രീം സൺഡേസ് കേരളത്തിലെ ആദ്യ വിപണന കേന്ദ്രം കോഴിക്കോട് ബീച്ച് റോഡിൽ ആരംഭിച്ചു. ഈ ഔട്ട്ലെറ്റിലൂടെ സൺഡേകൾക്ക് മുൻഗണന നൽകുന്ന ബ്രാൻഡിന്റെ വേറിട്ട മധുരാനുഭവം ആദ്യമായി കേരളത്തിലെ ഉപഭോക്താക്കളിലേക്ക് എത്തുകയാണെന്ന് സാരഥികൾ പറഞ്ഞു. കൈകൊണ്ട് തയ്യാറാക്കിയ വൈവിധ്യമാർന്ന ഐസ്ക്രീമുകൾ, സൺഡേകൾ, വാഫിളുകൾ, തിക് ഷേക്കുകൾ എന്നിവയ്ക്ക് പേരുകേട്ട പോളാർ ബിയർ വിവിധ വിപണികളിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പുതിയ ഔട്ട്ലെറ്റ് കൂടി നിലവിൽ വന്നതോടെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, കേരളം എന്നീ 6 സംസ്ഥാനങ്ങളിലായി 30-ലധികം നഗരങ്ങളിലും പട്ടണങ്ങളിലുമായി പോളാർ ബിയറിന് 185-ലധികം വിപണന കേന്ദ്രങ്ങളുണ്ട്. കോഴിക്കോട് സൗത്ത് ബീച്ചിന്റെ മനോഹാരിത ആസ്വദിക്കാവുന്ന വിധത്തിൽ 2 നിലകളിലായാണ് പുതിയ സ്റ്റോർ ഒരുക്കിയിരിക്കുന്നത്. ആഘോഷങ്ങൾക്കും സൗഹൃദ സംഗമങ്ങൾക്കും മധുര നിമിഷങ്ങൾ പങ്കുവെക്കുന്നതിനും അനുയോജ്യമായ രീതിയിലുള്ള ആകർഷകമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്.
സൺഡേകളുടെ വിപുലമായ ശേഖരവും മികച്ച ചുറ്റുപാടുമുള്ളതിനാൽ നഗരത്തിലെ മധുരപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായി ഈ കേന്ദ്രം മാറും. പോളാർ ബിയറിന്റെ സവിശേഷ വിഭവങ്ങളായ ഡെത്ത് ബൈ ചോക്ലേറ്റ്, ചോക്കോസില്ല, ഫ്രൂട്ട് സെസ്റ്റ്, ട്രസ് ലെച്ചസ് തുടങ്ങിയ ജനപ്രിയ സൺഡേകളും ഇവിടെ ലഭ്യമാണ്. മികച്ച ഗുണനിലവാരമുള്ള ചേരുവകൾ, മനോഹരമായ അകത്തളം, ഉപഭോക്തൃ സംതൃപ്തി എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബ്രാൻഡ് കേരളത്തിലുടനീളം 50 സ്റ്റോറുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉപഭോക്താക്കളുടെ മാറുന്ന അഭിരുചികൾക്കനുസരിച്ച് പുതുമയുള്ള രുചികളും ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകളും ഉൾപ്പെടുത്തിയാണ് വിഭവങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നും രുചിയും പുതുമയും മികച്ച സേവനവും ഒത്തുചേരുന്ന അവിസ്മരണീയമായ അനുഭവമായിരിക്കും കോഴിക്കോട് സൗത്ത് ബീച്ചിലെ പുതിയ കേന്ദ്രം വാഗ്ദാനം ചെയ്യുന്നതെന്നും പോളാർ ബിയർ സ്ഥാപകനും ഡയറക്ടറുമായ കിഷോർ കുമാർ റായ്, സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് സീനിയർ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് പ്രകാശ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിക്ഷിപ്ത താൽപര്യക്കാരുടെ കൂടാരമായി CPM അധപ്പതിച്ചതിന്റെ ഉദാഹരണങ്ങളാണ് മുതിർന്ന നേതാക്കൾ പാർട്ടി വിടാൻ എടുത്ത തീരുമാനങ്ങളെന്ന് RMP സംസ്ഥാന സെക്രട്ടറി N. വേണു. അശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന കൃത്രിമ പാരുകൾ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും ഭീഷണിയാകുന്നു. അസംസ്കൃത വസ്തുക്കളുടെ അനിയന്ത്രിതമായ വില വർധനവ് മൂലം പാദരക്ഷകളുടെ വില വർദ്ധിപ്പിക്കാനൊരുങ്ങി നിർമ്മാതാക്കൾ. NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനെതിരെ നടപടി വേണമെന്ന് സംസ്ഥാന നിർവാഹക സമിതി അംഗം P. ചാത്തുകുട്ടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.